ഇതാണ് നമ്മുടെ ഫോമിൻ്റെ ആദ്യത്തെ ഭാഗം വരുന്നത്. ഈ ഒരു ആദ്യത്തെ ഭാഗം എല്ലാവർക്കും ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. അതായത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും 2002 വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവർക്കും ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു ഫോട്ടോ സഹിതം കൊടുത്തിട്ടുള്ള ആ ഒരാളുടെ ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ജനനത്തീയതി എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. ഇത് നമ്മളുടെ ജനനത്തീയതി എഴുതുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ ജനനത്തീയതി ഉണ്ടാകും, അല്ലെങ്കിൽ ആധാർ കാർഡും ചിലരുടെ വോട്ടർ ID കാർഡിലും ജനനത്തീയതി കാണാറുണ്ട്. അത് രണ്ടും ഇല്ലാത്തവർ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഏതെങ്കിലും ഒന്നിൽ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ജനനത്തീയതിയാണ് ഈ ഒരു ഫസ്റ്റത്തെ ഭാഗത്ത് കൊടുക്കേണ്ടത് കേട്ടോ. സെക്കൻഡ് അവരുടെ ആധാർ നമ്പറാണ്. അത് ഓപ്ഷണലാണ്, എങ്കിലും ആ ആധാർ നമ്പർ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ശേഷം വന്നിട്ട് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് പിതാവിൻ്റെ പേരാണ്. അത് പിതാവിൻ്റെ വോട്ടർ ID ലഭ്യമാണെങ്കിൽ അതിലത്തെ പേരിനെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ശേഷം അവരുടെ എപ്പിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. എപ്പിക് നമ്പറും അവരുടെ വോട്ടർ ID ആധാർ കാർഡിൽ ഐഡൻറ്റിറ്റി കാർഡിൽ ഉള്ള ഒരു നമ്പർ, ഒരു ഇംഗ്ലീഷ് അക്ഷരം വരുന്ന ഇംഗ്ലീഷ് ലെറ്റർ 3 വരുന്ന ഒരു നമ്പർ ആ വോട്ടർ IDയിൽ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു എപ്പിക് നമ്പറാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. എപ്പിക് നമ്പർ ചിലരത് ഒരു KL എന്നൊക്കെ തുടങ്ങുന്ന ഒരു നമ്പറായിരിക്കും വരുന്നത്. അതെന്തായാലും ആ ഒരു നമ്പറോട് കൂടി തന്നെ, ആ ഒരു ലെറ്ററോട് കൂടി തന്നെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഇവിടെ 2002 വോട്ടർ പട്ടികയിൽ പിതാവിൻ്റെ പേര് ഇല്ലാത്തയാളാണെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ആ ആൾക്ക് വോട്ടർ IDയും ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു അവസരത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഒഴിച്ചിടാവുന്നതാണ് കേട്ടോ. അടുത്തത് വരുന്നത് മാതാവിൻ്റെ പേരാണ്. മാതാവിൻ്റെ പേര് നമ്മൾ കറക്റ്റായി കൊടുത്തതിന് ശേഷം മാതാവിൻ്റെ എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട്, ലഭ്യമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മുകളിൽ പറഞ്ഞ പോലെ തന്നെ 2002 മുമ്പ് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരൊക്കെ ആണെങ്കിൽ, അതുപോലെ വോട്ടർ ID കയ്യിലില്ലാത്തവരും ആണെങ്കിൽ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്കവിടെ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ പങ്കാളിയുടെ പേരാണ്. പങ്കാളിയുടെ പേരെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ, അതായത് ഒരു സ്ത്രീയുടെ ഭാര്യയുടെ ആണെങ്കിൽ ഭർത്താവാണ് പങ്കാളി. അവരുടെ ഡീറ്റെയിൽ കൊടുക്കുക. ഈ ഒരു ഫോം ഭാര്യയുടെ ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഭർത്താവിൻ്റെ ആണ് പങ്കാളി എന്ന പേരിൽ കൊടുക്കേണ്ടത്. ഭർത്താവിൻ്റെ പേര് കൊടുക്കുക, ഭർത്താവിൻ്റെ എപ്പിക് നമ്പറും കൊടുക്കുക. അതുപോലെ ഭർത്താവാണ് ഇപ്പോൾ ഫോമിൻ്റെ അവകാശി എന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യയുടെ ആണ് പങ്കാളിയുടെ പേരായിട്ട് കൊടുക്കേണ്ടത്. ഭാര്യയുടെ തന്നെ എപ്പിക് നമ്പറും കൊടുക്കുക. അതായത് വോട്ടർ IDത്തെ നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഭാഗം ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 വിഭാഗക്കാർക്കും 2002 പേരുള്ളവർക്കും ഇല്ലാത്തവർക്കും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണിത്. ഈ മോളിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഉള്ള ആളുടെ ഡീറ്റെയിൽസാണ് ഈ ഒരു ഭാഗത്തിന് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിവിടെ ഇടതിലും വലതിലുമായിട്ട് 2 കോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഫോം എൻ്റേതായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം എനിക്ക് 2002 വോട്ട് ഇല്ലാത്തതിനാൽ, എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തതിനാൽ ഞാൻ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്തിട്ടില്ല. മറിച്ച് ഈ ഒരു ഭാഗമാണ് ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വോട്ടറുടെ പേരാണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ 2002 വോട്ടർ പട്ടികയിൽ എന്താണോ നെയിമുള്ളത് അത് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാം വോട്ടർ പട്ടികേൻ്റെ ലിങ്കൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ പോയിട്ട് നിങ്ങളുടെ എന്താ പറയുക ജില്ലയും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലവും ഒക്കെ കൊടുത്ത്, അതായത് ഏത് ഭാഗത്താണോ നിങ്ങളുടെ ആ സമയത്ത് പോളിംഗ് ബൂത്ത് വന്നിട്ടുള്ളത് അതിൻ്റെ പേരും അതിൽ കൊടുത്താൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിങ്ങളുടെ പേര് നോക്കിയിട്ട് എന്താണോ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണോ അതിലുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് അതേ സെയിം ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. വോട്ടറുടെ പേര് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ നിന്ന്.
ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ അടുത്ത് പുതിയ ID കാർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും പുതിയ ID കാർഡായിരിക്കും. പക്ഷേ വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ 2002 ആ വോട്ടർ പട്ടികയിലത്തെ നിങ്ങളുടെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞിട്ട് ആധാർ നമ്പർ ആയിരിക്കും, ID കാർഡ് നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ ID കാർഡ് നമ്പർ എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ വരുന്ന ആ നമ്പർ, അതാണ് എപ്പിക് നമ്പറായിട്ട് നമുക്ക് എഴുതേണ്ടത്. ആ ഒരു നമ്പർ പുതിയതും അന്നത്തതുമായിട്ട് വ്യത്യാസം ഉണ്ടാവും ചിലർക്ക്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ പുതിയ ID കാർഡ് നമ്പർ എഴുതണ്ട. പകരം നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ആ വോട്ടർ പട്ടികയിൽ എന്താണോ ID കാർഡ് നമ്പറായിട്ട് തന്നിട്ടുള്ളത് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഈ ബന്ധുവിൻ്റെ പേര് എന്ന ഭാഗത്ത് നമുക്ക് കൊടുക്കേണ്ടത് 2002 വോട്ടർ പട്ടികയിൽ റിലേഷൻ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു കോളം നമുക്ക് കാണാൻ പറ്റും. ആ കോളത്തിൽ നിങ്ങളുടെ നെയിമിനോടിൻ്റെ നേരക്ക് എന്താണോ ഉള്ളത് അതാണ് നിങ്ങൾ അവിടെ ബന്ധുവിൻ്റെ നെയിമാക്കിയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പിതാവിൻ്റെ പേരായിരിക്കാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ബന്ധം എന്താണ്? അടുത്തത് ബന്ധമാണ്. ആ ബന്ധവും അതുപോലെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിതാവാണോ ഭർത്താവാണോ എന്താണ് അത് കൊടുത്തിരിക്കുന്നത്? പിതാവാണെന്നുണ്ടെങ്കിൽ പി എന്ന് കൊടുത്തിട്ടുണ്ടാവും, ഭർത്താവ് എന്നതിന് ഭ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ തന്നെയാണ് ബന്ധവും നമ്മൾ എഴുതേണ്ടത്. അതിലൊരു മാറ്റവും നമ്മൾ വരുത്താൻ പാടില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ആളുകളുടെ പേരോ ബന്ധമോ കൊടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ജില്ല എഴുതുക, സംസ്ഥാനത്തിൻ്റെ പേര് എഴുതുക. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ്. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതാത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നിങ്ങളുടെ മണ്ഡലം ഏതാണെങ്കിൽ, നിയമസഭാ മണ്ഡലം ഏതാണെങ്കിൽ അതിൻ്റെ പേരാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് കേട്ടോ. ശേഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ. ഈ ഒരു ഭാഗം ഒരുവിധം ആർക്കും അറിയുന്നുണ്ടാവില്ല. ചിലവരൊക്കെ ഇതിൻ്റെ നമ്മുടെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ എടുത്ത് എഴുതുന്നുണ്ടാവും. എനിക്കൊരു പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എഴുതുക. കാരണം നമുക്കത് തിരുത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോം ഷീറ്റിലാണല്ലോ, അതൊരു എന്താ പറയുക, കോപ്പി എടുത്ത ഒരു ഫോമിൽ നിങ്ങൾ ആദ്യം ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒറിജിനലിലേക്ക് എഴുതിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് അത് ചെയ്തതുകൊണ്ട് എനിക്കിതിൽ വെട്ടും തിരുത്തൊന്നും ഇല്ലാണ്ട് എഴുതാൻ പറ്റിയിട്ടോ. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് വോട്ടർ പട്ടിക 2002 വോട്ടർ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും AC കോഡ് എന്ന് പറയുന്ന ഒരു കോളം കാണാൻ പറ്റും. ആ കോളത്തിൽ വരുന്ന നമ്പറുകളാണ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. 0 തുടങ്ങുന്ന ഒരു നമ്പറായിരിക്കും, അത് 3 അക്ക നമ്പറായിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആ AC കോഡ് എന്ന് പറയുന്ന നമ്പറാണ് നമ്മളിവിടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്നോടത്ത് എഴുതേണ്ടത്. ശേഷം ഭാഗ നമ്പർ എന്ന് പറയുമ്പോൾ AC കോഡ് എന്നത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോളം പാർട്ട് കോഡ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഒരു പാർട്ട് കോഡിൽ വരുന്ന നമ്പർ, നിങ്ങളുടെ നെയിമിന് നേരെ വരുന്ന നമ്പർ, നിങ്ങളുടെ നെയിമിൻ്റെ അവിടെ ഏതാണോ ഈ പാർട്ട് കോഡ് എന്ന് പറയുന്ന നമ്പർ വരുന്നത് അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തേതായ ക്രമ നമ്പർ എന്താണെന്ന് വെച്ചാൽ SL നമ്പർ എന്ന് പറഞ്ഞിട്ട് വോട്ടർ പട്ടികയിൽ നമുക്ക് കാണാൻ പറ്റും. ആ SL നമ്പർ നിങ്ങളുടെ പേരിൽ ഏതാണോ വരുന്നത് അതാണ് ഇവിടെ എടുത്തെഴുതേണ്ടത്. ഈ ഒരു ഭാഗം തെറ്റാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് രണ്ടാമത്തെ കോളാണ്. രണ്ടാമത്തെ കോളത്തിൽ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്നതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2002 ഇപ്പോൾ എനിക്ക് 2002 വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തതിനാൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരാണ് വോട്ടർ പട്ടികയിലുള്ളതെങ്കിൽ അവരുടെ ഡീറ്റെയിൽസാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. നമ്മുടെ ഡീറ്റെയിൽസ് ഒരിക്കലും ഈ ഒരു കോളത്തിൽ എഴുതാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കവിടെ ഫില്ല് ചെയ്യേണ്ടത് പേരാണ്. പേര് ഒരിക്കലും നമ്മളുടെ പേര് കൊടുക്കരുത്. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ ബന്ധുവിൻ്റെ പേരാണ്. ഇവിടെ എൻ്റെ ഈ ഒരു ഫോമിൽ എൻ്റെ വാപ്പാക്ക് 2002 വോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഉമ്മാൻ്റെ പേരാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഉമ്മാക്ക് 2002 വോട്ട് ഉള്ളതുകൊണ്ട് ഉമ്മാൻ്റെ പേരാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം എപ്പിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. എപ്പിക് നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ
ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ പിന്നെ ഐ ഡി കാർഡിലുള്ള എപ്പിക് നമ്പർ നിങ്ങൾ കൊടുക്കരുത്. എന്ത് ചെയ്യണം? 2002 വോട്ടർ പട്ടികയിൽ ഏത് എപ്പിക് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ കൊടുക്കുക. എപ്പിക് നമ്പറിൻ്റെ സ്ഥാനത്ത് അതിൽ കൊടുത്തിട്ടുള്ളത് ഐ ഡി കാർഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളമാണ്. ആ കോളത്തിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുവിൻ്റെ എപ്പിക് നമ്പർ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ഉമ്മാൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആ ഉമ്മാൻ്റെ പേരിൻ്റെ നേരിട്ട് തിരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഐ ഡി കാർഡിൻ്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ചിലരുടെ ആ സമയത്തുള്ള നമ്പറും ഇപ്പോഴത്തെ പുതിയ വോട്ടർ ഐ ഡിയിൽ വന്നിട്ടുള്ള നമ്പറൊക്കെ സെയിം ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ചിലരത് അത് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതണേ. ഇനി നമുക്ക് മൂന്നാമത്തെ കോളം ചെയ്യാനുള്ളത് ബന്ധുവിൻ്റെ പേരാണ്. ഇവിടെ നിങ്ങൾ ആരുടെ പേരാണോ കൊടുത്തിട്ടുള്ളത് അവരുടെ ബന്ധുവിൻ്റെ പേരാണ് ഈ ഒരു കോളത്തിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ എൻ്റെ ഉമ്മാൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഉമ്മാൻ്റെ ബന്ധുവിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ആ 2002 വോട്ടർ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് ഉമ്മാൻ്റെ വാപ്പാൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ അത് കൊടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് വോട്ടർ പട്ടികയിൽ കാണാൻ പറ്റും. റിലേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എഴുതിയിട്ടുണ്ടാവും. റിലേഷൻ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ പേര് റിലേഷൻ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന കോളത്തിൽ ഏത് പേരാണോ കൊടുത്തിട്ടുള്ളത് ആ പേരാണ് ബന്ധുവിൻ്റെ പേര് എന്ന ഭാഗത്ത് കൊടുക്കേണ്ടത്. ശേഷം വരുന്ന ബന്ധം എന്ന ഭാഗത്ത് ആ വോട്ടർ പട്ടികയിൽ എഴുതിയിട്ടുള്ള ബന്ധുവിൻ്റെ റിലേഷൻ ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ വരുന്ന എന്താണ് പിതാവാണെങ്കിൽ പിതാവ്, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ആ ഒരു പേര് ആ ഒരു ബന്ധം നിങ്ങൾക്ക് അതിൽ എടുത്തെഴുതാവുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോളത്തിൽ ചെയ്ത പോലെ ജില്ല എഴുതുക, സംസ്ഥാനം എഴുതുക, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെഴുതുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതാത് മണ്ഡലത്തിൻ്റെ പേര് അതാത് മണ്ഡലക്കാർക്ക് എഴുതാൻ പറ്റും. ശേഷം നമുക്ക് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ വേണം. ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ നിങ്ങൾ ഈ ബന്ധുവിൻ്റെയാണ് എഴുതേണ്ടത് കേട്ടോ. ബന്ധുവിൻ്റെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വോട്ടർ പട്ടികയിൽ ആ ഒരു ഫസ്റ്റ് കോളത്തിൽ ഉള്ളതാണ്. AC കോഡ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിലുള്ളതാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. സെക്കൻഡ് പാർട്ട് കോഡ് എന്ന് വന്നിട്ടുള്ളതാണ് ഭാഗം നമ്പർ. പിന്നെ വരുന്നതാണ് ക്രമ നമ്പർ എന്ന് പറയുന്നതാണ് SL നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ വരുന്നതാണ് ക്രമ നമ്പർ. അപ്പോൾ അതൊക്കെ തെറ്റാതെ ഈ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ എഴുതേണ്ടത്. അതവിടെ കറക്റ്റായിട്ട് എഴുതുക. ഇത്രയും ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാൻ വരുന്നുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇതിന് വരുന്നില്ല കേട്ടോ. പിന്നീട് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു ഒപ്പും ഇട്ട് കൊടുക്കുക. ഒരു സൈനും കൂടി ഉള്ളു വേണ്ടത്. അതായത് ഫോമിൽ അതായത് സൈൻ ചെയ്താലും മതിയാവും കേട്ടോ. പിന്നെ നമുക്കിതിൽ ഫോട്ടോ ഒട്ടിക്കേണ്ടവർക്ക് ഫോട്ടോ മാറ്റാനുള്ള സ്പേസ് നമുക്ക് മുകളിലുണ്ട്. ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം വോട്ടർ പട്ടികയിൽ നമ്മുടെ ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുക. പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ.